ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ മോഹൻലാലിന്റെ അമ്മാവൻ മരിച്ചുവെന്ന വാർത്ത പുറത്തുവന്നത്. താരത്തിന്റെ അമ്മ ആരോഗ്യം വീണ്ടെടുക്കുകയാണെന്നും സ്ട്രോക്കിലൂടെ നഷ്ടപ്പെട്ട സംസാരശേഷി തിരികെ ലഭിച്ചുമെന്നുമുള്ള സന്തോഷവാർത്തയ്ക്ക് പിന്നാലെയാണ് താരം കുടുംബത്തിനെ ദുഃഖത്തിലാക്കിയ വാർത്തയെത്തുന്നത്. അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലാണ് താരകുടുംബം ഇപ്പോൾ. മോഹൻലാലിന് അമ്മാവൻ ഗുരുതുല്യനായിരുന്നു. കുഞ്ഞുനാൾ മുതൽ അമ്മാവനുമായി അടുത്ത ബന്ധമായിരുന്നു താരത്തിന്. ഇരുവരും ഒന്നിച്ചുള്ള യാത്രകളും നിമിഷങ്ങളുമെല്ലാം താരം പറഞ്ഞിട്ടുമുണ്ട്. ലാലിന് ആത്മീയ പാതയിലേക്കുള്ള വിശ്വാസത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നത് അമ്മാവൻ ഗോപിനാഥൻ ആയിരുന്നു. മോഹൻലാൽ എന്ന പേര് നൽകിയത് ഈ അമ്മാവനായിരുന്നു. കുട്ടിക്കാലം മുതൽ കുഞ്ഞു ലാൽ ഓരോ നിമിഷവും ചെലവഴിച്ചത് അമ്മാവന്റെ ഒപ്പമായിരുന്നു. താരത്തിന്റെ വളർച്ചയിൽ ഏറെ പങ്കും വഹിച്ചത് ഗോപിനാഥൻ എന്ന ലാലിന്റെ അമ്മാവനായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഗോപിനാഥൻ നായർ വിടവാങ്ങിയത്. അമൃതപുരിയിലെ അന്തേവാസികളായിരുന്നു ഇദ്ദേഹവും ഭാര്യയും. 14 വർഷമായി അമ്മയുടെ സേവകർ. വിദേശത്താണ് ഏകമകൾ. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ ജനറൽ മാനേജറായിരുന്നു അദ്ദേഹം. ശനിയാഴ്ച പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. ലളിതമായ ഇടപെടലുകളിലൂടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളുമായി വലിയ ബന്ധമാണ് ഗോപിനാഥൻ കാത്തുസൂക്ഷിച്ചത്. ആത്മീയ കാര്യങ്ങളിലുള്ള താൽപ്പര്യമാണ് അമൃതാനന്ദമയി ആശ്രമത്തിൽ സജീവമാകാൻ കാരണം. മെൽബണിൽ കോളേജ് ലെക്ചറാണ് ഏകമകൾ ഗായത്രി. 93 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. വർഷങ്ങളോളം മാതാ അമൃതാനന്ദമയിയുടെ ഭക്തനും ആശ്രമത്തിലെ സജീവ പ്രവർത്തകനുമായിരുന്നു. അമ്മാവനിലൂടെ അമൃതാനന്ദമയിയമ്മയുടെ ഭക്തനായി മോഹൻലാൽ മാറിയിട്ട് 55 വർഷത്തോളം പിന്നിട്ടു കഴിഞ്ഞു. അമ്മാവനിലൂടെ തിരിച്ചറിഞ്ഞ ആ അമ്മയുടെ സാന്നിധ്യവും ഭക്തിയും ഇന്നും മോഹൻലാൽ തുടരുന്നുണ്ട്. അമൃതാനന്ദമയി അമ്മയുമായി മോഹൻലാലിനെ കൂട്ടിച്ചേർത്ത കണ്ണിയാണ് അദ്ദേഹം. വളരെ വർഷങ്ങൾക്ക് മുൻപേ വള്ളിക്കാവിലമ്മയെ കാണിച്ചു നൽകുന്നതും പിന്നീട് ആ വിശ്വാസത്തിലേക്കുള്ള വാതിൽ തുറന്നു നൽകിയതും അദ്ദേഹമായിരുന്നു. അമ്മ ശാന്തകുമാരിയുടെ എല്ലാ ചികിത്സകളും അതിന് ഫലം കിട്ടാനും കാരണം അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹമാണെന്നും അടുത്തിടെയും മോഹൻലാൽ പറയുകയുണ്ടായി. അമ്മയെ കാണിച്ചു നൽകിയതും അമ്മയിലേക്കുള്ള വിശ്വാസത്തിന്റെ വഴി തുറന്നു നൽകിയതും അമ്മാവനായിരുന്നു. അന്ന് വള്ളിക്കാവിലമ്മ എന്നാണ് അമൃതാനന്ദമയി അറിയപ്പെട്ടിരുന്നത് എന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃതയിലെ ചികിത്സയിലൂടെയാണ് തന്റെ അമ്മയെ തിരിച്ചു കിട്ടിയതെന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്ട്രോക്ക് വന്ന് 13 വർഷത്തോളം കിടപ്പിലായിരുന്ന അമ്മയുടെ ചികിത്സ കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അമ്മയെ അമൃതയിൽ ചികിത്സയ്ക്ക് എത്തിച്ചപ്പോൾ ഇത് തനിക്കൊരു വീട് പോലെ തന്നെയായിരുന്നു. അമ്മയുടെ മുറിയുടെ ഓപ്പോസിറ്റിലായിരുന്നു മോഹൻലാലിനും മുറിയൊരുക്കിയത്. അമ്മയുടെ ചികിത്സക്കാലത്തുടനീളം അദ്ദേഹമായിരുന്നു ആശുപത്രിയിൽ കൂട്ടിരുന്നതും. 13 വർഷം മുൻപ് അമ്മയ്ക്ക് സംഭവിച്ച സ്ട്രോക്കിന് ശേഷം ജീവിതത്തിലേക്ക് അമ്മയെ തിരിച്ചെത്തിക്കുവാൻ സാധിച്ചത് ഈ ചികിത്സയിലൂടെയാണ്. ഈ ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരായ ഡോക്ടർമാരാണ് തനിക്ക് അമ്മയെ തിരിച്ചു നൽകിയത് എന്നാണ് മോഹൻലാൽ നന്ദിയോടെ പറയുന്നത്. ന്യൂറോ വിഷയങ്ങളായി സംസാരിക്കാനാകാത്ത അവസ്ഥയായിരുന്നു അമ്മയ്ക്ക്. അതിൽ ഏറെ സഹായിച്ചത് അമൃതയിലെ ന്യൂറോ ഡോക്ടർമാരാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.